നമ്മുടെ ടോപ്പ് സിംഗറിൽ ആദ്യമായിട്ടാണ് ഒരു തമിഴ് സോങ്ങിന്റെ റൗണ്ട് വരുന്നത്. ഓ അത് കൊള്ളാം. അതെ, ഇവിടെ ചേച്ചിക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ തമിഴ് പാട്ടിനോട്? എന്തെങ്കിലും ദേഷ്യം പറയണം. തമിഴിലോ? അല്ല, റിമി ചേച്ചിയാ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തമിഴ് സംസാരിച്ചു. അല്ല, അത് ഞാൻ സംസാരിക്കും. 1 മണിക്കൂർ വേണേലും ഞാൻ പ്രസംഗിക്കും. നമുക്കറിയാം വിജയുടെ മുന്നിൽ പോയി. അത് കണ്ടിട്ടില്ലേ? അത് ഭയങ്കര അതിലാണ് ഞാൻ പിള്ളേരുടെ മുമ്പിൽ പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു മധ്യം വരെയൊക്കെ ഹിന്ദി രാഷ്ട്രഭാഷയൊക്കെ വരെ പഠിച്ചോണ്ട്, ചിലപ്പോ കുറച്ച് ഹിന്ദി, ചിലപ്പോ കുറച്ച് തമിഴ്. അങ്ങനൊന്നും നിനക്കൊന്നും എന്നെ പിടിച്ചു നിൽക്കും. അപ്പൊ ഇപ്പൊ പാട്ട് പാടാനായിട്ട് നമ്മുടെ ഇവിടെ ഒരു സെബക്കുട്ടിയുണ്ട്. സെബക്കുട്ടിയാണ് എത്തുന്നത്. സിലറ്റ് വെൽക്കം സെബാമു ഓൺ സ്റ്റേജ്. ഇത് ഏത് രാജ്യത്തെ മഹാറാണിയാണ്? ഒരു കുഞ്ഞു മഹാറാണി സ്റ്റൈല്. ഉഗ്രൻ കോസ്റ്റ്യൂം. ഇവിടത്തെ എന്തായാലും കൊള്ളാം. കോസ്റ്റ്യൂമർക്ക് പ്രത്യേകം ഞാൻ അവർക്ക് പ്രത്യേകം അനുമോദിക്കുന്നവരെ. നല്ല മേക്കപ്പ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ആരൊക്കെയാണെന്ന് കണ്ടോ? കണ്ടു. മുള ഈ നെറ്റിച്ചുട്ടി അത് ഇതൊക്കെ ഇതിനു വേണ്ടി വാങ്ങിക്കുന്നതാണോ? അല്ല, ഇത് ഇവിടത്തെ സുന്ദരി കുട്ടി നോക്ക് ചേരുന്നത് എല്ലാം കൂടെ ഒരു മൊത്തത്തിൽ തിളങ്ങും. രാജകുമാരി ലുക്ക് അല്ലേ? അതെ 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 അതെ. ഏത് പാട്ടാ എന്ന് പാടുന്നേ? കണ്ണാളനെ. വെറുതെ അല്ല ഈ വേഷം. അതിന്റെ ഡീറ്റെയിൽസ് പാടിയത് ചിത്രാമ്മ, മ്യൂസിക് AR റഹ്മാൻ സാർ, ലിറിക്സ് വൈരമുത്തു സാർ, പിന്നെ ഫിലിം ബോംബെ, വർഷം 1995. വെരി ഗുഡ്. പിന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കിടിലം പാട്ടാണ്, അടിച്ചു പൊളിക്കുക. താങ്ക് യു. ഗുമസമ ഗുമസമ ഗുപ്പച്ചും ഗുമസമ ഗുപ്പച്ചും ഗുമസമ ഗുമസമ ഗുപ്പച്ചും ഗുമസമ ഗുപ്പച്ചും സല 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 സോലേ കിളിയേ സോലിയ തേടിക്കോ സല 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 സക്കര നിലവേ മാറിയ മാട്ടിക്കോ മാമൻ കാര രാത്രി വന്നാ മടിയ കെട്ടിക്കോ മാമൻ തന്ന സംഗതിയെല്ലാം മനസ്സിൽ വെച്ചക്ക മാമൻ കാര രാത്രി വന്നാ മടിയില കെട്ടിക്ക മാമൻ തന്ന സംഗതിയെല്ലാം മനസ്സിൽ വെച്ചിരിക്ക. அலைபாயும் சிறு பேரை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களே பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேரை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ. மாது கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களே பறித்து கொண்டும்
വെരി നൈസ് വെരി നൈസ്. ഡാൻസേഴ്സ് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഡാൻസസ് കലക്കി അതെ അതെ ഉഗ്രനായിട്ടുണ്ട്. കോറസ് അല്ല നമ്മുടെ വൈശാഖ് ആൻഡ് സനൂപ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഗ്രൂമേഴ്സിൽ 2 പേരാണ്. അതെ ഉഗ്രനായിരുന്നു, സൂപ്പർ ആയിരുന്നു. എല്ലാവരും കലക്കി, എല്ലാവരും കലക്കി. ഇത് താളം അതെ അതെ ശരിക്കും പാടാനത് അതെ അതെ ഉഗ്രനായിരുന്നു എല്ലാവരും. അപ്പൊ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഈ അടുത്തൊരു ട്രോളിൽ കണ്ടതാണ്. ട്രോളല്ല, ഒരു നല്ല കാര്യം. എല്ലാവർക്കും ഞാൻ എപ്പോഴും ബിസിയാവും, ഒന്നെങ്കിൽ അഭിനയം അല്ലെങ്കിൽ സീരിയല് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ട് എനിക്കൊരു സമയം പോലും ഇല്ല ഫ്രീ ആയിട്ട് എന്ന് പറയുന്ന വാക്ക് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണ് ചേച്ചി. സത്യമുള്ള എന്താ അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു 4-5 ദിവസം പണിയൊന്നുമില്ല വീട്ടിൽ ഇരിക്കാന്ന് പറയുമ്പോഴായിരിക്കും. അതെന്താ വെച്ചാൽ ഞങ്ങളെ പോലെയൊക്കെയുള്ള പഴയ ആൾക്കാർ സ്നേഹത്തോടെ ചേച്ചി ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ മതി എന്നൊക്കെ പറയും. നോക്കില്ല അത് പറ്റത്തില്ല എന്ന് പറയാൻ എനിക്ക് പണ്ടും മടിയാ ഇപ്പോഴും മടിയാ. ഞാനാന്ന് കാണുമ്പം അത് പറയും കേട്ടോ, ചേച്ചി കൊള്ളണ്ടടത്ത് കൊള്ളതുപോലെ പറയുകയും ചെയ്യും, പക്ഷെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയുകയും ചെയ്യും. അതാണ് അതിന്റെ രസം. എത്രത്തോളം വളർന്നാലും ഈ സിംപ്ലിസിറ്റിയും ഈ ഉരുളിക്കുപ്പേരി മറുപടി നമ്മുടെ വീട്ടിലുള്ള അംഗം പോലെ നമ്മളോട് ഒരാളോട് സംസാരിക്കുന്ന. അതുകൊണ്ടാണല്ലോ ഫ്ലവേഴ്സിലെ സുരഭിയും സുഹാസിനി പോലത്തെ ഒരു സീരിയൽ എത്ര നാളായിട്ട് ചേച്ചി നമ്മുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ എവിടെ പോയാലും എന്റെ പേരങ്ങ് മറന്നു. സുഹാസിനി കൊച്ചമ്മ ഒന്നായി വിളി. എനിക്കൊരു അതല്ല നമ്മൾ വന്നേക്കുന്നത് സുരഭി സുഹാസിനി അല്ല, വ്യസന സമേതം. അതെ, വ്യസന സമേതം ബന്ധുമിത്രാദികളെന്ന് പേരേ ഉള്ളൂ, പക്ഷെ കണ്ടേച്ചിറങ്ങുമ്പോ ചിരിച്ചു കുടഞ്ഞിറങ്ങുന്നു. ഞാനൊന്നും എന്റെ കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്നില്ല, കണ്ടിട്ട് ഞാൻ മോളെ വിളിച്ച് ചോദിക്കാം. നമ്മുടെ സെബക്കുട്ടിയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഞാന് ഇപ്പം സത്യം പറഞ്ഞ മോളെ എത്രയോ വയസ്സായ ഒരു അമ്മൂമ്മ, ഞാൻ മോടെ പ്രായത്തിൽ തൊട്ടേ പാട്ടിനോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഇത്രയും ഒരു കുഞ്ഞ് ശരീരത്തിൽ നിന്ന് ഇത്ര മനോഹരമായ ഒരു ആലാപന ശൈലിയും പഠിക്കാനും അതൊരു പൊതുവേദിയിൽ അവതരിപ്പിക്കാനും ഒക്കെയുള്ള മോക്കൊരു കഴിവ് സർവേശ്വരൻ തന്നിട്ടുണ്ട്. മിടുക്കി ഇതിങ്ങനെ തുടർന്ന് പോകണം. സത്യം പറയുകയാണെങ്കിൽ മോളെ ഓരോ സംഗതികളൊക്കെ ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഭംഗിയായിട്ട് പാടിയപ്പം വലിയ സന്തോഷം തോന്നി. നല്ലതുപോലെ മോള് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ പഠിക്കണം. ദയ്യെ ഇരിക്കുന്ന പോലെ വലിയ അറിയപ്പെടുന്ന ഒരു ഗായികയായിട്ട് വരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അതങ്ങളെ യെസ് സെബ മൂൺ എന്താ സർ അസലായിട്ട് പാടി, വളരെ വളരെ നന്നായിട്ട് പാടി. ഇന്ന് പ്രത്യേകിച്ച് ആ കോസ്റ്റ്യൂം കലക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പാട്ടിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ തന്നെ ഓരോ ഭാഗവും വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത്. ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂമേഴ്സ് റഹ്മാൻ സാർ പാടിയ പോർഷൻ പാടി, അതും അസലായിരുന്നു. ഉഗ്രനായിട്ട് പാടി അവർ 2 പേരും കൂടി. കോറസ് ടീം മൊത്തത്തിൽ ഫസ്റ്റ് പല്ലവിയിൽ എനത് കണ്ണൈ നേറ്റോട് കാണവില്ലൈ, അത് വില്ലൈ കാണവില്ലൈ എന്ന് പാടണം കേട്ടോ. വില്ലി വന്നു, പക്ഷെ പുറത്തേക്ക് വന്നില്ല, ഉള്ളിൽ വന്നു. അതൊന്നും വലിയ സീരിയസ് പ്രശ്നങ്ങളല്ല. ഒരു മലയാളി ആയിട്ട് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് പാടിയല്ലോ. കാരണം ആദ്യമായിട്ടല്ല ഈ വേദിയിൽ തമിഴ് പാടുന്നത്. ഫസ്റ്റ് നാനിലയുടെ ക്ലാരിറ്റി, സെക്കൻഡ് നാനിലെ ക്ലിയർ ആയി, അത് മാത്രം. പിന്നെ ഒരു സേതി അറിയാമലേ അലൈപ്പായും സിറുപേതൈ, ആ സംഗതി എന്താ? ആലാന ഒരു സേതി അറിയാമലേ, ആളാന ഒരു സേതി അറിയാമലേ, അലൈപ്പായും സിറുപേതൈ നാനോ. അതെ നാനോ, അതിന്റെ ക്ലാരിറ്റി കേട്ടോ. ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് പാടുകയെന്ന് തോന്നുന്നില്ല ഇവിടെ ഈ വേദിയിൽ. എത്രയോ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഇപ്പോൾ ഈ പാട്ട് ഇപ്പോൾ പാടിയത് ഇവിടെ. ഈ പാട്ട് വളരെ ഇഷ്ടമുള്ള പാട്ടാണല്ലേ? ഇടയ്ക്ക് പാടാറുണ്ടോ? പാടാറില്ല, ഫസ്റ്റ് ടൈം പാടുന്നത്. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഒരു അപ്രീഷിയേഷൻ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. വെരി ഗുഡ്. സെബക്കുട്ടി എന്തോ മാം? ചക്കരെ സൂപ്പർ ആയിരുന്നുടാ. താങ്ക് യു മാം. ഒന്ന് ഈ പാട്ടെന്ന് പറയണത് എന്താ പറയണ, ഒരു ദേശീയ ഗാനം പോലെയാണ്. ഇപ്പോഴും ചിത്ര ചേച്ചിയുടെ എവർഗ്രീൻ ഹിറ്റ്. ഇപ്പോഴും ചിത്ര ചേച്ചി എവിടെ ഇനി പോയാലും പാട്ട് പാടിയാലും എല്ലാവരും ചിത്ര ചേച്ചി കണ്ണാളിനെ തുടങ്ങുമ്പോഴത്തേക്കും ഒരാരവത്തോടെ അങ്ങ് തുടങ്ങും. ചേച്ചിയുടെ അത്രയും ഒരു ഹിറ്റായിട്ടുള്ള ഒരു പാട്ട്, അസാധ്യ പാട്ട്. മോളെ എനിക്ക് തോന്നിയതും അത് തന്നെയാണ്. കാണവില്ലേ അതിന്റെ ക്ലാരിറ്റി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി മോളെ എനിക്ക് അനുപല്ലവി എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻ ചിത്ര ചേച്ചി എടുത്തതും മോള് പാടിയിട്ടുണ്ടല്ലേ ലൈവിൽ പാടുമ്പോഴത്തേക്കും. അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ എനിക്ക് ഇന്ന് തോന്നിയത് മോള് ഇച്ചിരി ഒന്ന് പേടിയായോ എന്ന് എനിക്ക് തോന്നി. കാരണം നിറയെ പ്രോപ്പർട്ടീസ്, എന്തൊരു രസമായിരുന്നു എന്നറിയാമോ വിഷ്വൽ കാണാനായിട്ട്. മോള് കണ്ടു നോക്കിക്കോളൂ. അവർ ആ മിറർ പ്രോപ്പർട്ടി, ബാക്കിലൊരു എന്താ പറയണ ഒരു കൊട്ടാരത്തിൽ നിന്ന് മോള് പാടിയല്ലേ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോള് ആ
ഡാൻസ് കുറച്ചാണേലും ചെയ്തത് വളരെ രസമുണ്ടായിരുന്നു. പാട്ട് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ഇത് മാത്രം ഒരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടോയെന്നോ തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. മല്ലിക ചേച്ചി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചേച്ചി വിമൻസ് കോളേജിലല്ലേ പഠിച്ചേ? അതെ അതെ, വിമൻസ് കോളേജിലായിരുന്നു. ഞാനും വിമൻസ് കോളേജിൽ MA വരെ പഠിച്ചേ. എന്തായിരുന്നു മെയിൻ? കെമിസ്ട്രി. ആ, പക്ഷേ ചേച്ചി പാടും. പ്രയോജനമില്ലാത്തൊരു വിഷയം എന്റെ കൊച്ചുമക്കളെ ചോദിക്കുന്നു. രണ്ടുപേര് അമ്മൂമ്മ ഇക്വേഷൻ ഒക്കെ കാണാതെ വിളിച്ചില്ല, ഒരെണ്ണം ഒന്ന് ഇപ്പൊ പറയൂ. ശരി മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഇനി ഒന്നും പറയാനില്ല. ഇനി എന്ത് വേണം, നല്ലൊരു ബ്ലെസ്സിങ്. അതാണ് ഓൾറെഡി സെബക്കുട്ടി നല്ലതായിട്ട് പാടുന്നു. ഇന്ന് ഇച്ചിരി നെർവസ് ആയത് ചേച്ചിയും കൂടെ വന്നിരിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവര് നോക്കുമ്പം കാണാൻ പോലും പറ്റൂന്ന് വിചാരിച്ച ആളല്ല. ഈ ടെൻഷൻ അടിച്ച് ഇത്രയും നന്നായിട്ട് പാടിയതിന് മോളെ നന്നായിട്ട് പാടി. ഞങ്ങളൊക്കെ ഈ കൊച്ചു കുഞ്ഞ് ഇത്രയും ഒരു പാടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് പാടുന്ന കേട്ടിട്ട് അന്തം വിട്ടിരിക്കുക ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രേ അറിയാവൂ. ബാക്കി എല്ലാം അവരൊക്കെ പറഞ്ഞു തരുന്നത് അതുപോലെ അനുസരിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. പണ്ട് സ്റ്റാർ മാജിക്കിൽ ഇത് പാടി ഞാൻ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്നതിൽ ഒരു പാട്ട് ഇതാ. ഏകദേശം 20 million ഒക്കെ മേലെ പോയി എന്റെ വ്യൂസ്. ഇവിടെയല്ല, തമിഴ്നാട്ടില്. അയ്യോ, ന്യൂ ജനറേഷൻ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് റിമിയാണ്. അത് ചിത്ര ചേച്ചിയുടെ 7 അയലോക്കത്ത് നമുക്ക് പറ്റും. ചേച്ചിയുടെ പെർഫെക്ഷൻ അതൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഈ പാട്ട് ഈ ഫ്ലവേഴ്സ് വഴി ഭയങ്കര വൈറലായി. ചേച്ചിക്കും ഈ പാട്ട് സ്പെഷ്യൽ. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ. ഞാൻ താൻ കണ്ണാളനെ ഫെയിം. അപ്പൊ സിദ്ധു ചേട്ടാ, അരുൺ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെബക്കുട്ടിയുടെ പാട്ട്? മോളെ നന്നായിട്ട് പാടി. എനിക്ക് അത്രേ പറയാൻ അറിയത്തുള്ളൂ. പിന്നെ പാട്ട് മാത്രമല്ല, അതിനിടയ്ക്ക് ഡാൻസ് കളിക്കണം. പാവം ഇത്രയും കോസ്റ്റ്യൂം ഇടണം, എന്നിട്ട് ഇത്ര അടിപൊളിയായിട്ട് പാടുക വലിയ കാര്യം. ആസ്വദിക്കാൻ പറ്റി. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിനും താങ്ക് യു. സിജുവിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം. സിജു മരണമാസിന്റെ പ്രൊമോഷൻ നമ്മുടെ അടുത്ത് വന്നു. സിജുവിന് വാഴ എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. എഴുതിയത് മരണമാസം എഴുതിയത് സിജു ആണ്. അങ്ങനെ അത്രയും വലിയൊരു കലാകാരനാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഇനിയും വരിക. വ്യസന സമയത്ത് ഒന്ന് കണ്ടു നോക്കിയാണ്. ബാക്കി എല്ലാം പറയും അദ്ദേഹത്തിനെ കുറിച്ചുള്ളത്. അമ്മയോടൊക്കെ അഭിനയിക്കാൻ പറ്റുന്നതാണ് വലിയ കാര്യം. ഒന്നുമല്ല, ഞാൻ പഠിച്ചത് ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേര് അമ്മൂമ്മയിട്ട് കടു വറുത്തതിനകത്ത്. ഇവിടെ വന്നപ്പോഴും ഫാമിലി തന്നെയാണ്. വന്നപ്പോഴും പറഞ്ഞു സിജുവിനെ പിന്നെ എല്ലാം അറിയാമല്ലോ എന്നാ പറഞ്ഞത്. എക്സ്പീരിയൻസ് ആയി. സിജു ആണ് എനിക്ക് പറഞ്ഞു തന്നത് എവിടെ എന്തൊക്കെയാണ്. സിബമോളെ പാട്ട് നല്ല രസമായിട്ട് പാടി. അതിനെ എനിക്ക് പറയാൻ അറിയാവുള്ളൂ. കൂടാതെ സിബമോളുടെ വോയിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നല്ല വോയിസ്. പറഞ്ഞ പോലെ തന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പേര് പോലെയല്ല, നമ്മളും ചേച്ചി അമ്മയെല്ലാം വളരെ രസകരമായിട്ടുള്ളൊരു സിനിമ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരുപാട് പേരോട് പറഞ്ഞു ഈ പടം കഴിഞ്ഞപ്പോൾ എത്ര നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. സത്യം പറഞ്ഞു. അരുണിനെ മീനൂട്ടി പറ. അറിയാലോ, ഒളിമ്പ്യൻ അന്തോണി ആദത്തില് നമ്മൾ കണ്ട ആ കൊച്ചു പയ്യെ സുന്ദരനാണ്. അതെ, അല്ല മുഖമൊന്നും അധികം മാറിയിട്ടില്ല കേട്ടോ അരുൺ. അതുപോലെയൊക്കെ തന്നെ. താങ്ക് യു. അപ്പോ സെബക്കുട്ടി, ഇന്നത്തെ പാട്ടിന് ഞങ്ങൾ തരുന്ന മാർക്ക് 99 ഔട്ട് ഓഫ് 100. ആദ്യൊരു മല്ലിക ചേച്ചി പൂക്കുറ്റി. എന്റെ ഫാമിലി വന്നിട്ടുണ്ട്. ഫാമിലി ഓക്കെ. ആരൊക്കെ? അച്ഛൻ, അമ്മ, എന്റെ പേപ്പനുണ്ട്. പേപ്പൻ, ബ്രദർ. നമസ്കാരം മേമ. അപ്പൊ എന്തായാലും ഇന്ന് അവരുടെ മുമ്പിൽ വെച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു അല്ലേ? അവരൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? മല്ലിക ചേച്ചിക്ക് വേണ്ടി. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു. പണ്ട് ഞങ്ങൾ വിമൻസ് കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. കുറെ പിള്ളേർ ഓരോരുത്തരുടെ പേരനുസരിച്ച് പാടുക. എന്നെ മാത്രമല്ല, 4-5 പേര് ഞങ്ങൾ അവിടുത്തെ പ്രമുഖരാ. ഞാൻ തമ്പിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, മല്ലികേ ഒരു പാട്ടുണ്ടല്ലോ, മല്ലികേ മല്ലികേ മാലതി മല്ലികേ വന്നുവോ വന്നുവോ വസുതാഴെ. അപ്പൊ അന്നും ഇങ്ങനെ നമുക്ക് പാടാനോ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ പാടാം. ഇത് ഒരു ബന്ധമില്ലാത്തവരാ പാടുന്നത്. അപ്പൊ വസന്തസേനൻ വന്നു എന്ന് ഞങ്ങൾ 3-4 പേര് ആയിട്ടില്ല. ആവുമ്പോ ഞാൻ അറിയിക്കാം. പിന്നെ പുതിയൊരു പാട് മല്ലികാബാണന്റെ അമ്പുകളോ. തമിഴില് രജനി സാറിന്റെ ഒരു പാട്ടുണ്ട്, മത്താട് മത്താട് മല്ലിക മത്താട് മത്താട് മല്ലിക. അങ്ങനെ എത്ര പാട്ടുകള്. ഓക്കെ സെബക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.